ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക അവകാശ കമ്മിറ്റി CESCR അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞ പ്രീതി സരൺ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ INS ആന്ത്രോത്ത്. 2025 ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രി കിരീട ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ 2025 ഫിഡെ ഗ്രാൻഡ് സ്വിസ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയത് അനീഷ് ഗിരി. ലോക റാബിസ് ദിനം എന്നാണ്? സെപ്റ്റംബർ 28. ചെസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം അഭിമന്യു മിശ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം സർവേഷ് അനിൽ കുശാരെ. അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന 5 കരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാട്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ലോക തേക്ക് കോൺഫറൻസിന് വേദിയായത് എവിടെ? കൊച്ചി, എറണാകുളം. അന്ത്യോദയ ദിവസ് ആയി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 25. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമാണ് അന്ത്യോദയ ദിവസ് ആയി ആചരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ഏത്? ആദി സംസ്കൃതി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി ദി വിസാർഡ് ഓഫ് ക്രെംലിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ഒലിവർ അസായസ്. പുടിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് നടൻ ജൂഡ് ലോ ആണ്. ടൈം മാഗസിൻ്റെ കിഡ് ഓഫ് ദി ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആര്? തേജസ്വി മനോജ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആര്? സ്മൃതി മന്ദാന. 2025 സെപ്റ്റംബറിൽ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആര്? സെബാസ്റ്റ്യൻ ലെകോർണു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന രാഷ്ട്രീയ നേതാവ് ആര്? PP തങ്കച്ചൻ. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ 2025 നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്
KSFE. 2025 യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏത്? വർക്കല ക്ലിഫ്. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സ്ഥാപനം കേരളം. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകി ആര്? ശാരദ ഹോഫ്മാൻ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ആര്? കെഷ്രോൺ വാൾക്കോട്ട്, ട്രിനിഡാഡ്. 2025 സെപ്റ്റംബറിൽ ദേശീയ അസംബ്ലിയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആര്? ഫ്രാൻസ്വ ബെയ്റോ. 2025 കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഉസ്ബെക്കിസ്ഥാൻ. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ നിലവിൽ വന്നത് ഖുർജ, ഉത്തർപ്രദേശ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര നടൻ ആര്? മോഹൻലാൽ. 2025 സെപ്റ്റംബറിൽ നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആര്? സുശീല കാർക്കി. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആര്? മൻമോഹൻ സിംഗ്. ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? അമിഷ് ത്രിപാഠി. ലോക സമാധാന ദിനം എന്നാണ്? സെപ്റ്റംബർ 21. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് ബോക്സിംഗ് ഇതിഹാസം റിക്കി ഹാറ്റൺ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ആര്? മെലീസ ജെഫേഴ്സൺ വുഡൻ, USA. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ പോൾ വാൾട്ടിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സ്വീഡിഷ് പോൾ വാൾട്ട് താരം ആര്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ആര്? ആൻസർ ഒബ്ലിക് സെവില്ല, ജമൈക്ക. മൗണ്ട് ഫുജി കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? കൊക്കിച്ചി അകുസാവ. 102 വർഷവും 51 ദിവസവും പ്രായമുള്ളപ്പോഴാണ് കൊക്കിച്ചി അകുസാവ മൗണ്ട് ഫുജി കീഴടക്കിയത്. മനുഷ്യരിലും മൃഗങ്ങളിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നക്കൽ.
മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര്? അഹല്യാനഗർ. ആദ്യകാല പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRI വികസിപ്പിച്ചെടുത്ത റേഡിയോമീറ്റർ ഏത്? ഉത്തരം പ്രതുഷ് റേഡിയോമീറ്റർ. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഫ്രീഡം എഡ്ജ് 2025 എന്ന സംയുക്ത വ്യോമ നാവിക അഭ്യാസത്തിൻ്റെ വേദി എവിടെ? ജെജു ദ്വീപ്, ദക്ഷിണ കൊറിയ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ? ടോക്കിയോ, ജപ്പാൻ. 82ാമത് വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായികയ്ക്കുള്ള ഒറിസോണ്ടി അവാർഡ് നേടിയ ഇന്ത്യൻ വനിത ആര്? അനുപർണ റോയ്. 2025 സെപ്റ്റംബറിൽ ബൗളർമാരുടെ ICC T20 അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം വരുൺ ചക്രവർത്തി. 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആര്? ഷിഗേരു ഇഷിബ. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വ്യവസായം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച സെമികോൺ ഇന്ത്യ 2025 സമ്മേളനത്തിന് വേദിയായത്? ന്യൂഡൽഹി. 82ാമത് വെനീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പ്രൈസ് പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? വോയിസ് ഓഫ് ഹിന്ദ് റജാബ്. ഇന്ത്യയിൽ നിന്ന് ടൊറാൻഡോ മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സീരീസ് ഏത്? ആൻസർ ഗാന്ധി. സ്ത്രീകളെ സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെയും സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ശാക്തീകരിക്കുന്നതിനായി 2025 മഹിളാ റോജ്ഗർ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ബീഹാർ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആര്? CP രാധാകൃഷ്ണൻ. 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്ത്? ജൽവീർ. ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവ് ആര്? ശിഖർ ധവാൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി പദ്ധതി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ആസാം. റഷ്യ വികസിപ്പിച്ച mRNA അടിസ്ഥാനമാക്കിയുള്ള ക്യാൻസർ വാക്സിൻ ഏത്? എൻഡ്രോമിക്സ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. 2025 ലോക ഓസോൺ ദിന സന്ദേശം എന്താണ്? ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്, ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. US ഓപ്പൺ 2025 പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര്?
കാർലോസ് അൽക്കരാസ്. US ഓപ്പൺ 2025 വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്? ആര്യാന സബലേങ്ക. 2025 ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഡബിൾ സഖ്യം. സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ? അഹമ്മദാബാദ്, ഗുജറാത്ത്. 2025 സെപ്റ്റംബറിൽ UK ഉപപ്രധാനമന്ത്രിയും നീതിന്യായ സെക്രട്ടറിയുമായി നിയമിതനായത് ആര്? ഡേവിഡ് ലാമി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം നൃത്തം അവതരിപ്പിച്ച് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ നർത്തകി ആര്? വിദുഷി ദീക്ഷ. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ? ലിവർപൂൾ, ഇംഗ്ലണ്ട്. 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ 13 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ രാജ്യം ഏത്? ഇന്ത്യ. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിലെ 1ാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച എത്ര? 7.8%. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 115. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 116. ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32-ബിറ്റ് മൈക്രോ പ്രൊസസ്സർ വിക്രം 3201. 2025 വേൾഡ് യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആര്? മാധവ് ഗോപാൽ കാമത്ത്. ലോക സ്ക്രാബിൾ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? മാധവ് ഗോപാൽ കാമത്ത്. 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെ? അഹമ്മദാബാദ്, ഇന്ത്യ. 2026 BWF ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ? ന്യൂഡൽഹി, ഇന്ത്യ. സഫീന ഹുസൈൻ 2007 രാജസ്ഥാൻ ആസ്ഥാനമായി ആരംഭിച്ച സംഘടന ഏത്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി.
ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി 2025 വേദി എവിടെ? ഉംറോയ്, മേഘാലയ. 2025 ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ആര്? ഓസ്കർ പിയാസ്ട്രി. തമിഴ്നാട്ടിലെ മൂന്നാമത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏത്? എലത്തൂർ തടാകം തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതയായത് ആര്? TCA കല്യാണി. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ആരംഭിച്ച സംരംഭം ഏത്? ഭാരതി. 2025 സെപ്റ്റംബറിൽ സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനത്തിനെതിരെ സംഘടിച്ച രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആര്? KP ശർമ്മ ഒലി. 2025 സെപ്റ്റംബറിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആര്? ലോറൻസ് വോങ്. തെരുവു കച്ചവടക്കാർക്ക് താങ്ങാനാവുന്ന വായ്പകൾ നൽകുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ മൈക്രോ ക്രെഡിറ്റ് പദ്ധതി ഏത്? PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അഥവാ PM സ്വനിധി. നാനോ ബനാന എന്ന AI ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ പുറത്തിറക്കിയ കമ്പനി ഏത്? ഗൂഗിൾ. മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യനിൽ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ലോകത്തെ ആദ്യ രാജ്യം ഏത്? ചൈന. 2025 സെപ്റ്റംബറിൽ സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനത്തിനെതിരെ സംഘടിച്ച രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ രാഷ്ട്രപതി ആര്? രാംചന്ദ്ര പൗഡേൽ. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന ഏത്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി.